ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവർ എല്ലാം ഓർമ്മയായതോടെ അനാഥരായി പോയവർ, ഒറ്റപ്പെട്ടു പോയവർ അനവധിയാണ്. മേപ്പാടിയിൽ ചൂരൽമൽ നിവാസിയായിരുന്ന എടത്തൊടി മൻസൂർ അവരിൽ ഒരാളാണ്. ഭാര്യയെയും 2 മക്കളെയും സഹോദരിയെയും ഉമ്മയെയും നഷ്ടമായ മൻസൂർ ഇന്ന് ഒരു അനാഥനെ പോലെയാണ്. ബാക്കി എല്ലാവരും പോയി, 5 പേര് പോയി. ഉമ്മ, പെങ്ങള്, ഭാര്യ, മക്കളൊക്കെ പോയി. അപ്പോൾ ഞാൻ തനിച്ചായി. അപ്പോൾ ഞാനിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആരുമില്ല. പിന്നെ ജ്യേഷ്ഠന്മാരുണ്ട്, 2 ജ്യേഷ്ഠന്മാരുണ്ട്. എങ്കിലും ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. മൻസൂർ പറയുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഓർമ്മകൾ വേട്ടയാടുന്ന കണ്ണുകൾ ഇടയ്ക്കെല്ലാം നിറഞ്ഞു. മൻസൂറിന്റെ ഭാര്യ നസീറയെയും മക്കളായ മുനവറിനെയും റിൻഷ ഫാത്തിമയെയും സഹോദരി സുമയ്യയെയും ഉമ്മ പാത്തുമ്മയെയും ഉരുൾ കവർന്നെടുത്തു. മകൻ ഡിഗ്രിക്കും മകൾ 4ാം ക്ലാസ്സിലുമായിരുന്നു പഠിച്ചിരുന്നത്. ഉമ്മയുടെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളിയായിരുന്ന മൻസൂർ അന്ന് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഉമ്മാനെ കിട്ടാണ്ട് ബാക്കി എല്ലാവരും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കിട്ടി. ഇനി ഉമ്മാനെ കിട്ടാണ്ട് എല്ലാം കാണാൻ പറ്റിയില്ല. ഭാര്യനും മക്കളെയും കണ്ട്, ഭാര്യനും മോനെയും കണ്ട്. മോളെ കണ്ടിട്ടില്ല, പെങ്ങളെയും കണ്ടിട്ടില്ല. മോള് പിന്നെ ഇവിടെ ആയല്ലോ. അതെ, മറവ് ചെയ്തുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ബാക്കി 2 പേരും കണ്ട്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എത്ര കാലം ഈ വാടക വീട്ടിലെന്നും അറിയില്ല. മൻസൂറിന് പറയാനുള്ളത് ഇത്രമാത്രം. അതന്നെ ഇപ്പോൾ ഭയങ്കര ഇതായിക്കുന്നു, ടെൻഷനായി. കാരണം ഓരും കൈ കഴിഞ്ഞ്, പിന്നെ സർക്കാരാണെങ്കിൽ ഇങ്ങനെ എന്താ ഇപ്പം നമ്മളെന്താ ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഒരു വീടാണ് ഇപ്പം അത്യാവശ്യമായിട്ട് വേണ്ടത്. വീട് ഇവിടെ വിട്ട് പറഞ്ഞാൽ ദൂരെ ലോങ് പറ്റില്ല. കുറച്ച് ഇവിടെ കൽപ്പറ്റ മേപ്പാടി ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു. ജോലി ഇവിടെ അടുത്ത പരിചയക്കാർ എല്ലാവരും നമ്മളെ ഇവിടെ ഉള്ളത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.